Welcome to BSc Main Physics, Semester 6, Paper 1, Solid State Physics. And this is class number 18, Interatomic Force, from Unit 1, Crystal Structures, Interatomic Force. That's the topic of discussion today. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻ്റർ ഫോഴ്സസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് സെമിസ്റ്റർ 6 BSc മെയിൻ ഫിസിക്സിനകത്തുള്ളതാണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, ഇൻ്റർ അറ്റോമിക് ഫോഴ്സസ്. അപ്പോൾ ഇൻ്റർ അറ്റോമിക് ഫോഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ഇവിടെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ഗ്രാഫ് ഇവിടെ നിങ്ങൾക്ക് കാണാം. രണ്ട് ഗ്രാഫ് കാണാവുന്നതാണ്. ഒന്ന് ഒരു ബ്ലൂ ഗ്രാഫ്, മറ്റൊന്ന് റെഡ് ഗ്രാഫ്. ബ്ലൂ ഗ്രാഫ് ഇൻ്റർ അറ്റോമിക് പൊട്ടൻഷ്യൽ എനർജിയെ കാണിക്കുന്നതാണ്. റെഡ് ഗ്രാഫ് ഇൻ്റർ അറ്റോമിക് ഫോഴ്സിനെ കാണിക്കുന്നതാണ്. രണ്ടും ഇൻ്റർ റിലേറ്റഡ്. F dV/dr എന്ന് പറയും. അതായത് പൊട്ടൻഷ്യലിൻ്റെ ഡെറിവേറ്റീവാണ് ഫോഴ്സ്. ഇൻ്റർ അറ്റോമിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ അറ്റോമിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേറ്റീവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ നീല ഗ്രാഫ്, ആ ബ്ലൂ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് ഇൻ്റർ അറ്റോമിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. റെഡ് ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് ഇൻ്റർ അറ്റോമിക് ഫോഴ്സാണ്. ഇവിടെ ഈ R0 എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ, ഇപ്പോൾ ഡയാറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ ആ ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ രണ്ട് ആറ്റം തമ്മിലുള്ള ഒരു ഇക്വിവലന്റ് ഡിസ്റ്റൻസാണ് R0. എക്സാക്സിൽ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ആറ്റമുകൾ, ഒരു മോളിക്യൂളിലെ ആറ്റമുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്തിരിക്കുകയാണ്. ആ ബോണ്ട് ലെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം. വൈആക്സിൽ പൊട്ടൻഷ്യൽ എനർജിയോ ഫോഴ്സോ, ഇൻ്റർ അറ്റോമിക് ഫോഴ്സോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയോ വൈആക്സിൽ എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാഫ്, ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്, ആ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഒറിജിന് മുകളിൽ അത് ഒരു പോസിറ്റീവ് വാല്യൂ കാണിക്കും, താഴെ നെഗറ്റീവ് വാല്യൂ, ഒരു മിനിമം വാല്യൂ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു മിനിമം വാല്യൂ ഉണ്ട് താഴെ. അത് വരുന്നത് ഡിസ്റ്റൻസ് R0 വരുമ്പോഴാണ്. അതായത് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിൽ ബോണ്ട് ലെങ്ത് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ആകുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി മിനിമം വരുന്നത്. പിന്നെ ക്രമേണ അത് കൂടുന്നതാണ്. പക്ഷേ ഈ താഴെ തന്നെയായിരിക്കും, എക്സാക്സിന് താഴെയായിരിക്കും. അതേപോലെയുള്ള, അപ്പോൾ എക്സാക്സിന് താഴെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണെന്ന് അർത്ഥം. അതേപോലെയുള്ള ഗ്രാഫാണ് റെഡ് ഗ്രാഫ്, ഫോഴ്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ എവിടെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്നു അവിടെ ഫോഴ്സ് 0 ആയിരിക്കും. അതിന് മുകളിൽ ഫോഴ്സ് എല്ലാം പോസിറ്റീവാണ്, താഴെ ഫോഴ്സ് നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫും ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ പ്രകടമായ വ്യത്യാസം, എവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആകുന്നു, എവിടെ ഫോഴ്സ് 0 ആകുന്നു അവിടെ പൊട്ടൻഷ്യൽ എനർജി മിനിമമായിരിക്കും. സോ ദ ടു ഗ്രാഫ്സ് ആർ ഗിവൺ ഹിയർ. ദ ഫസ്റ്റ് ഗ്രാഫ് ഈസ് ദി ഇന്റർ അറ്റോമിക് പൊട്ടൻഷ്യൽ ഗ്രാഫ്. ദ സെക്കൻഡ് ഗ്രാഫ് is the interatomic force. In the x-axis we take the distance between atoms of a molecule. In the y-axis we take either interatomic force or interatomic potential energy. The blue graph represents the potential energy variation and the red graph represents in the interatomic force variation. It can be seen that when distance is R0, small r0, that is equilibrium distance of the atoms of the molecule, the potential energy is a minimum. And this graph is a very important graph. We can see in many occasions this graph, the nuclear force also is represented using such graphs. So what is interatomic force? It is a force between the atoms of a molecule. It arises due to the electrostatic interaction between the nuclei of two atoms, their electron clouds, and between the nucleus of one atom and the electron cloud of the other atom. So look here, interatomic force. It is a force between the atoms of a molecule. It arises due to the electrostatic interaction between the nuclei of two atoms, their electron clouds, and between the nucleus of one atom and the electron cloud of the other atom. ഒരു ആറ്റത്തിന് ചുറ്റും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യും എന്ന് നിങ്ങൾക്കറിയാം. ആ റിവോൾവിംഗ് ഇലക്ട്രോൺസിനെ വിളിക്കുന്ന ഇലക്ട്രോൺ ക്ലൗഡ്. അപ്പോൾ രണ്ട് ആറ്റമുണ്ട്, അവയ്ക്ക് ഓരോന്നിനും ഇലക്ട്രോൺ ക്ലൗഡ് കാണും. ഈ ആറ്റമുകളുടെ ന്യൂക്ലിയസ് തമ്മിൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡുകൾ തമ്മിൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് മറ്റേ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് തമ്മിൽ അട്രാക്ഷൻ, ഇവയെ നമ്മൾ ഇൻ്റർ അറ്റോമിക് ഫോഴ്സ് എന്ന് പറയും.
It is the force between the two atoms of a molecule. It arises due to the electrostatic interaction between the nuclei of two atoms, their electron clouds, and between the nucleus of one atom and the electron cloud of the other atom. That's the definition of the interatomic force. Now we can see the features of interatomic force. The important properties of interatomic force. Both attractive and repulsive forces come into play. രണ്ട് തരം ഫോഴ്സും ഉണ്ടാകും. ഒന്നെങ്കിൽ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ. At a distance comparable to the atomic size, there is a weak force of attraction. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ബോണ്ട് ലെങ്ത് അറ്റോമിക് സൈസിന് തുല്യമാകുന്ന കേസിൽ ഒരു വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. ആസ് ദ ഡിസ്റ്റൻസ് decreases, the attractive force first increases, then decreases. ആ ഗ്രാഫിൻ്റെ വളവ് കാണിക്കുന്നതാണ്. To zero, up to the point where the potential energy of the pair is minimum. എവിടെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്നു അവിടെ ഫോഴ്സ് സീറോ ആയിട്ട് മാറും. ഇന്റർ അറ്റോമിക് ഫോഴ്സ് സീറോ ആയിട്ട് മാറും. ആ ഗ്രാഫ് ഞാൻ പറഞ്ഞതാണ്. ഫോർ എ സ്മോൾ ഡിസ്റ്റൻസ് ദ ഫോഴ്സ് റിപ്പൾസീവ്. ആറ്റമുകൾ വളരെ ക്ലോസ് ആണെങ്കിൽ, സ്മോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇൻറ്റർഅറ്റോമിക് ഫോഴ്സ് റിപ്പൾസീവ് ആണ്, പോസിറ്റീവ് ആണ്. റിപ്പൾസീവ് ഫോഴ്സിനെ നമ്മൾ പോസിറ്റീവ് ഫോഴ്സായിട്ടാണ് എഴുതുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ നെഗറ്റീവ് ഫോഴ്സായിട്ട് സൂചിപ്പിക്കും. The variation of interatomic potential energy with distance is shown in first graph. ആ ബ്ലൂ ഗ്രാഫിൽ കാണിക്കുന്നതാണ്. The interatomic force is shown in the second graph. ആ റെഡ് ഗ്രാഫാണ് ഇന്റർഅറ്റോമിക് ഫോഴ്സിൻ്റെ വേരിയേഷൻ കാണിക്കുന്നത്. ഇനി അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ടൈമിൽ എങ്ങനെയാണ് നമ്മൾ ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതായത് interatomic force is the negative gradient of potential energy. The interatomic force is given by F is equal to minus dV by dr. dV by dr അല്ലെങ്കിൽ du by dr. V or U, you can use any symbol for the potential energy. The interatomic force is given by F is equal to minus du by dr, where V is the potential energy. When V is minimum, the force is F is zero. That is evident in the graph. If R less than R0, the distance between two atoms is less than the equilibrium distance, then F is greater than 0, F greater than 0 or positive. The force is then called repulsive. വികർഷിക്കും. The distance R0 is called the equilibrium distance. R0 നമ്മൾ equilibrium distance എന്ന് വിളിക്കും. ഇനി എന്താണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്? അപ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. നമ്മുടെ സിലബസിൽ ഇന്റർ അറ്റോമിക് ഫോഴ്സ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഒക്കർ ബിറ്റ്വീൻ മോളിക്യൂൾസ് ആൻഡ് ഡു നോട്ട് ഇൻവോൾവ് ഇൻഡിവിജ്വൽ ആറ്റംസ്. അപ്പോൾ ആറ്റമുകളുടെ അട്രാക്ഷൻ അല്ല, ആറ്റംസ് കൂടിച്ചേർന്നുള്ള മോളിക്യൂൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്റർ അറ്റോമിക് ഫോഴ്സിന് പ്രസക്തിയില്ല, ഇന്റർ മോളിക്കുലർ ഫോഴ്സിനാണ് പ്രാധാന്യം. Intermolecular forces occur between molecules and do not involve individual atoms. Interatomic forces are the forces that hold the atoms in molecules together. അപ്പോൾ interatomic forces ആറ്റമുകളെ കൂടി interatomic forces are the forces that hold the atoms in molecules together. ആറ്റമുകളെ മോളിക്യൂൾസിനകത്ത് ഒരുമിച്ച് നിൽക്കാൻ സഹായിക്കുന്നത് ഈ ഇന്റർഅറ്റോമിക് ഫോഴ്സും സബ്സിക്വൻ്റ് ആയിട്ടുണ്ടാകുന്ന ഇന്റർമോളിക്കുലർ ഫോഴ്സും ആണ്. ഇനി നമുക്ക് പറയേണ്ടത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. 2019 ഒരു പ്രോബ്ലം ചോദിച്ചു. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് എന്താണെന്ന് പറയുകയാണ്. ആ കോൺസ്റ്റൻ്റിൻ്റെ പേര് മേർഡിലങ് കോൺസ്റ്റൻ്റ്. മേർഡിലങ് കോൺസ്റ്റൻ്റ് MEDELUNG, മേർഡിലങ് കോൺസ്റ്റൻ്റ് ആൽഫ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ ബോണ്ട് പറയുമ്പോൾ, രണ്ട് ആറ്റമുകൾ തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ പറയുമ്പോൾ എന്താണ് ഈ മേർഡിലങ് കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് പറയാം. കൺസിഡർ എ ഡയറ്റോമിക് മോളിക്യൂൾ. രണ്ട് ആറ്റമുള്ള, രണ്ട് അയണുള്ള ഒരു മോളിക്യൂൾ വിചാരിക്കുക. ഒന്നാമത്തെ പോസിറ്റീവ് ചാർജ് Z1E, രണ്ടാമത്തെ നെഗറ്റീവ് അയൺ Z2E. രണ്ട് അയണാണ്, ചാർജ് ആറ്റമാണ് വിചാരിക്കുന്നത്.
ആർ ഡിസ്റ്റൻസ് അങ്ങനെ ഒരു മോളിക്യൂൾ നമ്മൾ വിചാരിക്കുകയാണ്. കൺസിഡർ ടു ആറ്റംസ് കണക്റ്റഡ് ബൈ എ ബോണ്ട്. ദ ബോണ്ട് ലൈക്ക് ദിസ് ആർ അറ്റ് എനി ടൈം ദ ബോണ്ട് ലൈക്ക് ദിസ് ആർ. അതിന് ഒരു ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ഉണ്ട് R0. അവ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ഈ ബോണ്ട് ലെങ്ത് R എന്ന് വിചാരിക്കുക. ഇത് അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ അയണിക് ബോണ്ട് ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഇവ തമ്മിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ, if these two ions are separated like this, the attractive potential, the potential energy between the two is given by B is equal to minus Z1 Z2 E square by 4 pi epsilon 0 R. നമ്മൾ പഠിക്കുന്നതാണല്ലോ 1 by 4 pi epsilon 0 Q1 Q2 by R. അതാണ് പൊട്ടൻഷ്യൽ എനർജി. നേരെ മറിച്ച് ഫോഴ്സ് ആണെങ്കിൽ 1 by 4 pi epsilon 0 Q1 Q2 by R square എന്ന് പറയും. ഇവിടെ ആറാണ്. ആറാകുമ്പോഴത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇവിടെ മൈനസ് വരാൻ കാരണം ഒരു ചാർജ് Z1 ഈ പ്ലസ് എടുത്താൽ രണ്ടാമത് ചാർജ് Z2 ഈ മൈനസ് എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ആയിട്ട് വരുന്നത്. മൈനസ് Z1 Z2 എന്നിവിടെ കാണിക്കുന്നത്. Where Z1E is the charge of positive ion and Z2E is the charge of negative ion. അപ്പോൾ ഇത് സിമ്പിൾ കൂളംസ് ലോ ആണ് എഴുതിയിരിക്കുന്നത്. കൂളംസ് ലോ വെച്ചുള്ള പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഇഫ് ബോത്ത് ആറ്റംസ് ആർ മോണോവാലൻറ്റ്, രണ്ട് ആറ്റം മോണോവാലൻ്റ് ആണെങ്കിൽ ദെൻ Z1 is equal to Z2 is equal to 1. അപ്പോൾ 1 എന്നുള്ള വാല്യൂ നമുക്ക് അവിടെ കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ നമുക്ക് V is equal to minus 1 into 1 E square by 4 pi epsilon 0 R is equal to minus 1 by 4 pi epsilon 0 E square by R. ഇത് മോണോ വാലൻ്റ് ആറ്റമുകൾക്ക് നമ്മൾ എഴുതിയ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ഡൈവാലൻ്റ് ആറ്റം ആണെങ്കിൽ ഇത് കിട്ടും നോക്കാം. ഫോർ ടു ഡൈവാലൻ്റ് ആറ്റം V is equal to അവിടെ 2E minus 2 എന്ന് വരും. അപ്പോൾ ഒരു -4 എന്നുള്ളൊരു സംഖ്യ ആദ്യം വരും. -4 by 4 pi epsilon 0 E square by R എന്ന് കിട്ടും. Similarly, for two trivalent atoms, ions, V is equal to -9 by 3 E into 3E ആണല്ലോ. -9 by 4 pi epsilon 0 E square by R and so on. അങ്ങനെ നമുക്ക് 4 വാലൻ്റ് ആറ്റത്തിനൊക്കെ ഇങ്ങനെ എഴുതി പോകാം. അപ്പം ജനറലായിട്ട് പറഞ്ഞാൽ എന്ത് കിട്ടും? ജനറലായിട്ട് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് അങ്ങനെ നോക്കുക. ജനറലായിട്ട് പറഞ്ഞാൽ Z1 Z2 E square by 4 pi epsilon 0 R എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഒരു കറക്ഷൻ കൊടുക്കും നമ്മൾ അവിടെ. In general, the Coulomb potential of any one ion due to all the other ions in a crystal is given by. ഒരു അയൺ മറ്റ് അയണുകളെ എല്ലാത്തിനും അട്രാക്റ്റ് ചെയ്യുമ്പോൾ, മറ്റ് അയണിനെ എല്ലാത്തിനും അട്രാക്റ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ കൃത്യം Z1 Z2 E square by 4 pi epsilon 0 R മാത്രം പോലെ മറ്റെല്ലാത്തിനും അട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് സൂചിപ്പിക്കാനായിട്ട് ഒരു ആൽഫ എന്നൊരു ടേം ചേർക്കും, ആൽഫ ടേം. അപ്പോൾ ആ സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ജനറൽ ദ കൂളംബ് പൊട്ടൻഷ്യൽ ഓഫ് എനി വൺ അയൺ ഡ്യൂ ടു ഓൾ അതർ അയൺസ്, ദാറ്റ് ഇസ് ദ പോയിന്റ്. ഡ്യൂ ടു അനദർ അയൺ ആണെങ്കിൽ നമുക്ക് Z1 Z2 എന്ന് പറയും. ഇത് ഓൾ അതർ അയൺസ് ആണ്. ഓൾ അതർ അയൺസ് ഇൻ എ ക്രിസ്റ്റൽ ഇസ് ഗിവൺ ബൈ V is minus alpha Z1 Z2 E square by 4 pi epsilon 0 R എന്ന് പറയും. അപ്പോൾ ഈ മൈനസ് ആൽഫ, ഒരു ആൽഫ ചേർക്കുന്നത് മറ്റ് എല്ലാ അയണിനെയും ഈ ഒരു സിംഗിൾ അയൺ അട്രാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും എന്നുള്ള മീനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. പുട്ട് Z1 Z2 by 4 pi epsilon 0 K എന്ന് കൊടുക്കുക. അപ്പോൾ V is equal to minus alpha K E square by R square എന്ന് കിട്ടും ഇക്വേഷൻ. അപ്പോൾ ആൽഫ ഒരു ടേം അങ്ങോട്ട് ചേർക്കണം മറ്റെല്ലാ അയൺസിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുമ്പോൾ. നമുക്ക് ഇങ്ങനെ കൊടുക്കണം. ദാറ്റ് ഈസ് V is equal to minus alpha K E square by R square. K E square by R സ്ക്വയറിലെ കേട്ടോ, അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. K E square by R ആറേ ഉള്ളു. പൊട്ടൻഷ്യലാണല്ലോ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്, പൊട്ടൻഷ്യൽ ടേം ആണല്ലോ. അപ്പോൾ ആറേ വരുള്ളൂ. അവിടെ R സ്ക്വയർ എന്ന് കയറി വന്നു, R എന്ന് തിരുത്തുക. ഇൻ ദിസ് ഇക്വേഷൻ ആൽഫ ഈസ് കോൾഡ് മേഡ്ലൻ കോൺസ്റ്റന്റ്. ഈ ഇക്വേഷനകത്ത് ഈ ആൽഫ എന്നുള്ള ടേമിനെ വിളിക്കുന്ന പേരാണ് മേഡ്ലൻ കോൺസ്റ്റന്റ്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, V is minus alpha K E square by R ആകട്ടെ, നോട്ട് R സ്ക്വയർ. E square by R. ഇക്വേഷൻ നമ്പർ 2 വളരെ പ്രധാനപ്പെട്ടതാണ്. R സ്ക്വയർ R എന്നായിക്കോണം. ഇനിത് ഒരു 2019 പ്രോബ്ലമാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം, മേഡ്ലൻ കോൺസ്റ്റൻറ്റ് പ്രോബ്ലമാണ്. ഷോ ദാറ്റ്
the Maitland constant for one-dimensional array of ions of alternate signs with a distance a between successive ions is given by 2 ln2. I shall get the question. Show that the Maitland constant for one-dimensional array of ions of alternate signs with a distance a between the successive ions is given by 2 log 2. ഇത് നാച്ചുറൽ ലോഗ് കേട്ടോ. ലോഗ് ടു ദ ബൈ സി ആണ്. ലോഗ് 2 ടു ദ ബൈ സി നമ്മൾ ln2 എന്ന് പറയും. ഇപ്പോൾ 2 ln2 അല്ലെങ്കിൽ 2 ലോഗ് 2 ടു ദ ബൈ സി എന്ന് തെളിയിക്കണം. അതായത് നമുക്ക് ആൾട്ടർനേറ്റ് സൈൻസ് ഉള്ള പോസിറ്റീവ് നെഗറ്റീവ് സൈൻസ് ഉള്ള ഒരു അറേ ഓഫ് അയൺസ് തന്നിരിക്കുകയാണ്. അവയുടെ മെയ്ലൻഡ് കോൺസ്റ്റൻറ്റ് 2 ln2 ആണ്. ആൽഫ 2 ln2 ആണ് തെളിയിക്കാൻ. അപ്പോൾ അതിൽ നമ്മൾ ഒരു അറേ കൊണ്ട് വരക്കണം കേട്ടോ. ഒരു അറേ വരക്കണം. ഇപ്പോൾ NaCl ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വരി, ഒരു അറേ, ഒരു ലാറ്റിസ്, നമുക്ക് ഒരു ലാറ്റിസ് ലൈൻ, പ്ലെയിൻ അല്ല ലൈൻ, നമുക്ക് ഇങ്ങനെ എടുക്കാമല്ലോ. അതായത് എ എന്നുള്ളൊരു ആറ്റം പോസിറ്റീവ് ആണെങ്കിൽ തൊട്ടടുത്ത് ഒരു ക്ലോറിൻ കാണും. പിന്നെ വലത്തോട്ട് പോവുകയാണെങ്കിൽ +N +- ക്ലോറിൻ അങ്ങനെയാണ് ഇടത്തോട്ടും കാണും. അപ്പോൾ എ എന്ന് പറയുന്ന നമ്മുടെ റഫറൻസ് സോഡിയത്തിൻ്റെ അപ്പുറം ഇപ്പുറം തുല്യ അകലത്തിൽ ക്ലോറിനും തുടർന്നുള്ള സോഡിയം അയൺസും വരും. അപ്പോൾ ഒരു സോഡിയം അയണും ഒരു ക്ലോറിൻ നെഗറ്റീവ് അയണും തമ്മിലുള്ള അകലെ എ ആണ്. അപ്പോൾ 2 സോഡിയം അയൺ തമ്മിലുള്ള അകലെ 2a. അങ്ങനെ നമുക്ക് റൈറ്റിലേക്ക് മാർക്ക് ചെയ്യാം, അതേപോലെ ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആൻ അറേ ഓഫ് ഓൾട്ടർനേറ്റ്ലി സൈൻഡ് അയൺസ്. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈനുള്ള പിന്നെ ഒരു അറേ, അയോൺസിൻ്റെ അറയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെയ്ലൻഡ് കോൺസ്റ്റൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ആ മെയ്ലൻഡ് കോൺസ്റ്റൻ്റ് വരുന്ന ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യാം. ഇത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം is given by V is equal to minus alpha K is squared by R, where alpha is the Maitland constant. For one pair of sodium and chlorine, നമുക്ക് വലതുവശമുള്ള ഒരു സോഡിയം ക്ലോറിൻ എടുക്കുക. അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? -1/4 π epsilon 0 Q1 by R, that is 1/4 π epsilon 0 -1/4 π epsilon 0 Z1e Z2e ആണ് കേട്ടോ. 2 അവിടെ മിസ്സിങ് ആണ്, 2 ചേർക്കണം. Z2e by R, that is equal to -K E squared by R. നമ്മൾ നേരത്തെ പഠിച്ചത് വേർ K is equal to 1/4 π epsilon 0 Z1 Z അങ്ങനെ എഴുതി. അപ്പോൾ ഇതൊരു സോഡിയം ഒരു ക്ലോറിനുമാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ സോഡിയത്തിൻ്റെ അപ്പുറം ഇപ്പുറം ക്ലോറിൻ ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും കൂടേണ്ടി വരും. -K E squared by R, -K E squared by A, കാരണം R is equal to A ആണ്. Sodium chlorine separation is A, so we can write here the potential energy is -K E squared by A, since R is equal to A in the figure. The total potential is due to entire array. So the total P due to entire array, നമുക്ക് മൊത്തം അറേ അത് U എന്ന് സിമ്പിൾ കൊടുക്കുക, അല്ലെങ്കിൽ V എന്ന് കൊടുത്താലും മതി. പൊട്ടൻഷ്യൽ എനർജിക്ക് VO U കൊടുക്കുക. U is equal to V1 + V2 + V3. എന്താണ് V1? സോഡിയത്തിൻ്റെ അപ്പുറം ഇപ്പുറം 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ അത് രണ്ടും -K E squared by A -K E squared by A എന്ന് കിട്ടും. പിന്നെ ആ സോഡിയത്തിൻ്റെ തന്നെ വലത്തുമിടത്തും 2 സോഡിയം 2 അഡിഷൻസിലുണ്ട്. 2 അഡിഷൻസ് പടം നോക്കുക മനസ്സിലാവും. നോക്കിയാൽ ആദ്യം എ എന്നുള്ള സോഡിയത്തിൻ്റെ അപ്പുറം ഇപ്പുറം ക്ലോറിൻ ഉണ്ട്, 2 എണ്ണം മൈനസ്. ഇതേ സോഡിയത്തിൻ്റെ അപ്പുറം ഇപ്പുറം കുറച്ച് മാറി 2 എണ്ണ ഇല്ലേ, അപ്പോൾ അതിൻ്റെ അകലം 2a ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലോറിൻ ഇല്ലേ, അതിൻ്റെ അകലം 3a ആയിരിക്കും. അങ്ങനെ പെയർ അപ്പുറം ഇപ്പുറം ഉണ്ട്. അപ്പോൾ ഒരു എ എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന സോഡിയം എടുത്തു കഴിഞ്ഞാൽ അതിൽ അപ്പുറം ഇപ്പുറം സിമെട്രിക് ആയിട്ട് ക്ലോറിനും സോഡിയവും ക്ലോറിനും അങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ക്ലോറിൻ അപ്പുറം ഇപ്പുറം എടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി 2 എണ്ണത്തിൻ്റെ കൂട്ടണം, 2 ക്ലോറിൻ. അപ്പോൾ K E square -K E squared by A -K E squared by A. ഇനി 2 സോഡിയം ഉണ്ടല്ലോ, 2 സോഡിയം, അപ്പോൾ അതിൻ്റെത് ഡിസ്റ്റൻസ് 2a ആണ്. അപ്പോൾ K E squared by 2a + K E squared by 2a. പിന്നെ 2 ക്ലോറിൻ വരുമല്ലോ അപ്പുറം ഇപ്പുറം, അപ്പോൾ അതിന് -K E squared by 3a -K E squared by 3a അങ്ങനെ പോകും. അടുത്ത ടൈം നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. പ്ലസ് ആണ്, +K E squared by 4a + 4
ഇ സ്ക്വയർ പ്ലസ് കെ ഇ സ്ക്വയർ ബൈ 4a അങ്ങനെ പോകും. അപ്പം അതിൻ്റെ കാരണം സിൻസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അയൺസ് കോൺട്രിബ്യൂട്ട്. അപ്പം അതൊന്ന് പിന്നെ കൂട്ടുന്ന കാര്യമാണ് ഈ പറയുന്നത്. 2 ke² മൈനസ് കെ ഇ സ്ക്വയർ ബൈ എ കൂട്ടിയാൽ നമുക്ക് 2 - 2 ke²/a. അതുപോലെ അടുത്ത 2 ടേം പ്ലസ് 2 ടേം ke² കൂട്ടിയാൽ ke²/2a കൂട്ടിയാൽ 2 ke²/2a. ആ 2 ക്യാൻസൽ ചെയ്യുന്നതും വേണ്ട. അടുത്ത ke²/3a കൂട്ടിയാൽ 2 ഉണ്ട്, മൈനസ്, അത് മൈനസ് ആണ്, -2ke²/3a പ്ലസ് next term is 2ke²/4a. In that manner it will go. We can take a common factor, that is -2 ke²/a is taken out. So inside the bracket we get 1. So minus term is taken. So the first term become +1, then -1/2 plus 1/3 -1/4 plus etc. Equation number 2 you mark. പിന്നെ ഒരു ലോഗ് സീരീസ്, നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ലോഗരിതമിക് സീരീസ് ഉണ്ട്. ലോഗ് സീരീസ്, അതായത് when x is very small, log 1 plus x is x minus x²/2 plus x³/3 minus x⁴/4. ഇങ്ങനെ ഒരു സീരീസ് ഉണ്ട്, ലോഗ് സീരീസ്. എക്സ്പൊണൻഷ്യൽ സീരീസ് പോലെയുള്ള ഒരു സീരീസ്, ലോഗരിതമിക് സീരീസ്. ഇറ്റ് ഇസ് ഇൻ ദ ടേബിൾസിനകത്തുള്ളതാണ് മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ലോഗരിതമിക് സീരീസ്. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കുക. 1 ഒരു ചെറിയ സംഖ്യയാണ്, ഇട്ട് വിചാരിച്ച് കൊടുക്കണം. Therefore log 1 plus 1 is equal to 1 minus 1/2 plus 1³ 1/3 minus 1/4 plus etc. Log 1 plus 1 is log 2. 1 minus 1/2 plus 1/3 minus 1/4 etc. That is ln2. Log 2 to the base e means ln2. And this value we put in the above equation. Put in 2. ഇതാ 2-നകത്തേക്ക് കൊടുക്കുക. ഇതാണല്ലോ 2. 2-നകത്തേക്ക് കൊടുക്കുക. Put in 2. That is u is equal to minus ke²/a log 2 to the base e equation number 3. Compare 1 and 3, not 2. Compare 1 and 3. അവിടെ 3 എന്നാക്കണേ. കമ്പയർ 1 and 3. 3 കാണുന്നതാണ്. 1 നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്, അതായത് ആ മെയ്ഡ് ലെങ്ത് കോൺസ്റ്റന്റ് വരുന്ന ഇക്വേഷൻ. Compare 1 and 3. You correct as 3. Minus alpha ke² by r is equal to -2 ke²/a log 2 to the base e. ke² r means ke²/a. r is a. So ke²/a, a is equal to r, will cancel from both sides. Minus also will cancel. We get alpha is equal to k log 2 to the base e. Log 2 to the base we write as ln2. Log 2 to the base we write as ln, natural logarithm 2. So alpha is equal to log ln2. That is the Maitland constant. That is the Maitland constant. That is the answer. With this, our 18th lecture is over. Next, the next class, we see bond, ionic bond, covalent bond, etc. We see the bonding in molecules that we see in the next class. Thank you very much.